നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. അയാളൊരു സൈക്കോയാണ്. ഒരു ഗുണ്ട എന്നതിനേക്കാൾ ഉപരി മനസ്സ് എവിടെയും അറയ്ക്കാത്ത ഒരു സൈക്കോ. പോലീസിനെയോ നിയമ സംവിധാനത്തെയോ ഒരു പേടിയുമില്ല എന്നത് അയാളുടെ ചരിത്രം തന്നെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കും. ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം ഗുണ്ടാപിരിവുമായി ബന്ധപ്പെട്ട ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നുള്ള തരത്തിൽ പുറത്തു വന്നത്. ഇപ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾ കൂടെ വരികയാണ്. ഗുണ്ടാപിരിവ് നൽകാത്തതിന് മസാജ് സെന്റർ ജീവനക്കാരിയെ കാപ്പ കേസ് പ്രതി ഉൾപ്പെടെയുള്ളവർ കടയ്ക്കുള്ളിൽ കടന്നു കയറി സംഘം ചേർന്ന് അതിഗുരുതരമായിട്ട് ക്രൂരമായിട്ട് പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു ആദ്യം പുറത്തു വന്ന വാർത്ത. കേരള മനസാക്ഷിയെ നടുക്കിയ ഒരു വാർത്ത എന്നതിനേക്കാൾ അപ്പുറം പട്ടാപ്പകൽ ഒരു സ്ഥാപനത്തിൽ ഇത്തരത്തിലൊരു സംഘം കടന്നുകയറി യുവതിയെ കൂട്ടമാനഭംഗത്തിന് ഇരയാക്കിയിട്ട് അത് സംഭവം നടന്നിട്ട് ദിവസങ്ങൾക്ക് ശേഷം പോലീസ് ഈ വിവരം മറച്ചുവെച്ചു എന്നതാണ് ഏറ്റവും വലിയ ദയനീയാവസ്ഥ. ജീവനക്കാരിയെ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിച്ചതോടെയാണ് ക്രൂരകൃത്യത്തിന്റെ ആ നേർക്കാഴ്ച സമൂഹം അറിയുന്നത്. മഞ്ഞടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. കാപ്പ കേസ് പ്രതി കുറ്റപ്പുഴ പാപ്പിനിവേലിൽ സുബിൻ അലക്സാണ്ടർ എന്ന് പറയുന്ന 29 വയസ്സുകാരൻ, മുപ്പിരിയിൽ ബെർലിൻ ദാസ് എന്നിവരാണ് യുവതിയുടെ പരാതിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ എന്നുള്ളതാണ് വിവരം. 4 പ്രതികൾ ഈ സംഭവത്തിൽ ഒളിവിൽ കഴിയുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി 1-ാം തീയതിയാണ് ഏകദേശം വൈകിട്ട് 3:30 ഇങ്ങനെയൊരു അതിക്രൂര പീഡനം, കൂട്ടബലാത്സംഗം നടക്കുന്നത്. ഗുണ്ടാപിരിവ് ആവശ്യപ്പെട്ടുകൊണ്ട് സുബിൻ അലക്സാണ്ടറും സംഘവും കുറച്ചു നാളായി നിരന്തരമായി ഈ സ്പാ സെന്ററിൽ എത്തുന്നത് പതിവായിരുന്നു. സംഭവ ദിവസം 50,000 രൂപ ആവശ്യപ്പെട്ട് മാരകായുധങ്ങളുമായിട്ടാണ് സ്പായിലേക്ക് ഇവർ ഇരച്ചെത്തിയത്. യുവതി പണം നൽകാൻ വിസമ്മതിച്ചു. ഇതോടുകൂടെ കൗണ്ടറിലുണ്ടായിരുന്ന പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയ ശേഷം യുവതിയെ തൊട്ടടുത്ത മുറിയിലേക്ക് ബലമായി കൊണ്ടുപോകുകയും സ്പാ ബെഡിലിട്ട് തള്ളിയിട്ട് അവിടെ വെച്ച് ക്രൂരമായി പീഡിപ്പിക്കുകയുമായിരുന്നു. മുറി പൂട്ടിയ ശേഷം കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു എന്നാണ് പരാതി. വീഡിയോയും ചിത്രീകരിച്ചിട്ടുണ്ട് എന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. യുവതിക്കൊപ്പം സെൽഫി എടുത്ത ശേഷം ആ പെൺകുട്ടിയെ മർദ്ദിച്ചു. ഈ സമയം ഇവിടെ വന്ന മറ്റൊരാളെ മർദ്ദിച്ച യുവതിക്കൊപ്പം കിടത്തി സുബിൻ വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നു. 2,500 രൂപ ബലമായി വാങ്ങിയ ശേഷം സംഘം അവിടെ നിന്ന് പിന്നീട് മടങ്ങുകയും ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത്. കേസ് ഒതുക്കാൻ നീക്കം ചൊവ്വാഴ്ച മുതൽ നടക്കുന്നുണ്ട് എന്ന് യുവതി പരാതിയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും പോലീസ് മെല്ലെപ്പൊക്കിലായിരുന്നു. അന്ന് വൈകിട്ട് തന്നെ, അതായത് പെൺകുട്ടി പരാതി നൽകിയ അന്ന് വൈകിട്ട് തന്നെ സുബിനെ വീട്ടിൽ നിന്ന് പോലീസ് പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അവിടെ നടന്നത് നാടകീയ രംഗങ്ങൾ. പോലീസ് എത്തിയപ്പോൾ ഇയാൾ പട്ടിയെ അഴിച്ചുവിട്ടു. പട്ടിയുടെ ആക്രമണത്തിൽ SI ഉണ്ണികൃഷ്ണനും CPO അഭിലാഷിനും പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നു. ബുധനാഴ്ച ബെർലിൻ ദാസും ഈ സംഭവത്തിൽ പിടിയിലാകുമ്പോഴും ബാക്കിയുള്ളവർ ഇപ്പോഴും ഒളിവിലാണ്. പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടും പീഡന വിവരം പോലീസ് രഹസ്യമായി സൂക്ഷിച്ചത് എന്തിനെ എന്നുള്ള ചോദ്യമാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യം ഉന്നയിക്കപ്പെടുന്നത്. തൃശൂർ സ്വദേശിയായ സ്ഥാപന ഉടമ സംഭവം ഒതുക്കി തീർക്കാനും യുവതി പരാതി നൽകാതിരിക്കാനും നീക്കം നടത്തിയിരുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളും ഇതിന് പിന്നാലെ വന്നിട്ടുണ്ട്. കേസ് ഒതുക്കാൻ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായി എന്നുള്ള ആരോപണങ്ങളും ഇതേ സമയത്ത് ഉയർന്നു കേൾക്കുന്നു. അതേസമയം സ്പാ സെന്ററിന്റെ ഉടമ ഡോക്ടർ സഞ്ജയ് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ രംഗത്തേക്ക് വരുന്നത്. ആക്രമണം കൊട്ടേഷൻ നൽകിയിട്ടാണ് എന്നും തിരുവല്ലയിലെ മറ്റൊരു സ്പാ സെന്ററിലെ ഉടമയാണ് തനിക്കെതിരെ ഇത്തരമൊരു കൊട്ടേഷൻ നൽകാൻ സാഹചര്യമുള്ളത് എന്നുമാണ് സഞ്ജയ് ആരോപിക്കുന്നത്. തന്റെ ബിസിനസ് തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ് തന്റെ സ്റ്റാഫിനോടുള്ള ഇത്തരത്തിലുള്ള ക്രൂരകൃത്യത്തിന് കാരണമെന്ന് ആ ഉടമ ആരോപിക്കുന്നു. ഗുണ്ടാസംഘം നടപ്പിലാക്കിയത് എതിർ ബിസിനസ് ഗ്രൂപ്പിന്റെ കൊട്ടേഷനായിട്ട് കണക്കാക്കണമെന്നും ഗുണ്ടാപിരിവ് നൽകാത്തതിനുള്ള അതിക്രമം എന്നുള്ള രീതിയിൽ ഇതിനെ കാണരുത് എന്നുമാണ് അയാൾ പറയുന്നത്. ഗുണ്ടാപിരിവ് വിരോധം പോലീസിന്റെ കെട്ടുകഥയാണെന്നും ഉടമ ആരോപിക്കുകയാണ്. പോലീസും ഗുണ്ടകളും തമ്മിൽ കൂട്ടുകെട്ടുണ്ട് എന്നുള്ള സംശയങ്ങൾ ഇതോടുകൂടെ ഉയരുന്നുണ്ട്. പോലീസ് എന്റെ മൊഴിയെടുത്തിട്ടില്ല എന്നും ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക പരാതി നൽകുമെന്നും കടയുടമയായ സഞ്ജയ് ഒരു മാധ്യമ പ്രവർത്തകരോട് വെളിപ്പെടുത്തൽ നടത്തി കഴിഞ്ഞു. അതേസമയം കേസിൽ പോലീസിലും ആഭ്യന്തര
അന്വേഷണം തുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം അത്രമാത്രം ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. പോലീസ് ഗുണ്ട അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടായി എന്നുള്ള സംശയത്തെ തുടർന്ന് ഉന്നത നിർദ്ദേശപ്രകാരം വലിയ അന്വേഷണങ്ങൾ നടക്കാൻ പോകുകയാണ് എന്നുള്ളതാണ് സൂചന. സ്പാ സെന്ററുകളിൽ നിന്ന് മാസപ്പടി വാങ്ങുന്ന പോലീസുകാർ തിരുവല്ല സ്റ്റേഷനിൽ ഉണ്ട് എന്നുള്ള സംശയങ്ങളാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. പോലീസുകാരിൽ ചിലർ സ്പാ സെന്ററുകളിൽ നിത്യ സന്ദർശകരാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഫെബ്രുവരി 1-നാണ് എന്തായാലും ഈ കേരള മനസാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിപ്പിച്ച ആ ഒരു കേസിന് ആസ്പദമായിട്ടുള്ള പീഡന കൂട്ടബലാത്സംഗം നടക്കുന്നത് എന്നുള്ളതാണ് വിവരം. ഇത് പോലീസ് രഹസ്യമാക്കി വെച്ചതിലുള്ള സംശയങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. കാപ്പ കേസ് പ്രതി കുറ്റപ്പുഴ പാപ്പിനിവേലിൽ സുബിൻ അലക്സാണ്ടർ, മുപ്പിരിയിൽ ബെർലിൻ ദാസ് എന്നിവരെ യുവതിയുടെ പരാതിയിൽ തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും ബാക്കി 4 പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. ഗുണ്ടാപിരിവ് നൽകാത്തതിനാലാണ് സ്പാ സെന്റർ ജീവനക്കാരിയെ പ്രതികൾ കടയ്ക്കുള്ളിൽ കടന്ന് സംഘം ചേർന്ന് പീഡിപ്പിച്ചതെന്നാണ് നിലവിൽ പുറത്തുവരുന്ന സ്ഥിരീകരണം. യുവതിയെ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പ്രചരിച്ചതോടെയാണ് ഈ ക്രൂരകൃത്യം പുറത്തറിഞ്ഞത്. അതേസമയം യുവാവിന്റെ ജനനേന്ദ്രിയം കടിച്ചു മുറിച്ചതടക്കമുള്ള വലിയ വൈകൃതങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരു പ്രതിയാണ് ആ സംഭവത്തിലുള്ള പ്രധാനി എന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. അതായത് ഒരു സൈക്കോ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ഗുണ്ടാ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾ തന്നെയാണ് ഈ ഒരു സംഭവത്തിന് പിന്നിൽ എന്നുള്ള വിവരങ്ങളും പുറത്തുവരികയാണ്. പോലീസിന് നേരെ നായകളെ അഴിച്ചുവിട്ട് ടെറസിൽ ഇരുന്നു കൊണ്ട് ഇതെല്ലാം കണ്ട് ആസ്വദിച്ച ഇയാളുടെ പ്രവർത്തനങ്ങൾ വളരെ വലിയ രീതിയിലാണ് കഴിഞ്ഞ ദിവസം വാർത്തകളിൽ സ്ഥാനം പിടിച്ചത്. മരണസുഭിൻ എന്നാണ് ഇയാളെ അറിയപ്പെടുന്നത് പോലും. മരണസുഭിൻ കൊടും ക്രിമിനൽ എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ റഡാറിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു കൊടും ക്രിമിനലാണ് കഴിഞ്ഞ ദിവസം തിരുവല്ലയിലെ സ്പാ ജീവനക്കാർക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമത്തിന് ഇടപെട്ടത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. 1ഉം 2ഉം കേസുകളല്ല, മറിച്ച് മരണസുബിൻ എന്ന കൊടും ക്രിമിനലിനെതിരെ നിരവധി കേസുകൾ, നിരവധി കേട്ടാലറയ്ക്കുന്ന സംഭവങ്ങളുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. വിചിത്രമായ ക്രിമിനൽ മനസ്സും രീതിയുമുള്ള ഒരു വ്യക്തിയാണ് സുബിന്. സുബിനും സുഹൃത്തുക്കളും ഫെബ്രുവരി 1-നാണ് ഇത്തരത്തിൽ സ്പാ സെന്ററിലെത്തി യുവതിയുടെ കഴുത്തിൽ കത്തിവച്ച് ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്ത് മറ്റൊരു യുവതിയെ കടന്നു പിടിച്ച് ചുംബിക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് ഏറ്റവും അടുത്തുള്ള വിവരങ്ങൾ. സംഭവം അറിഞ്ഞ് സുബിന്റെ കുറ്റപ്പുഴയിലെ വീട്ടിലെത്തിയ പോലീസുകാർക്ക് കാണേണ്ടി വന്നത് നാടകീയ രംഗങ്ങളായിരുന്നു. 4 നായ്ക്കളെ പോലീസിന് നേരെ അഴിച്ചുവിട്ട ശേഷം അയാൾ നേരെ പടികളില്ലാത്ത ടെറസിൽ കയറി കുത്തിയിരുന്ന് ഇത് കണ്ട് ആസ്വദിച്ചു. നായകളെ പൂട്ടിയിടാൻ പലതവണ പോലീസ് ആവശ്യപ്പെട്ടിട്ടും സുബിൻ കൂട്ടാക്കാതിരുന്നു. ടെറസിലിരുന്ന് വാടാ പോലീസ് എന്ന് വലിയ രീതിയിൽ വെല്ലുവിളിയും. 10 മിനിറ്റോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് മരണസുബിനോട് അടുത്തേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞതുപോലും എന്നുള്ളതാണ്. അപ്പോഴും സുബിൻ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നത് ആയിട്ടാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇതിനിടെ SI ഉണ്ണികൃഷ്ണനും CPO അഭിലാഷിനും നായയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇരുവരും ആശുപത്രിയിൽ വാക്സിൻ എടുത്ത് ചികിത്സ തുടരുകയാണ്. മരണസുബിന്റെ വിളയാട്ടം ഇതാദ്യമായിട്ടല്ല എന്നാണ് നാട്ടുകാരും പ്രതികരിക്കുന്നത്. തിരുവല്ല കിഴുവായൂർ പോലീസ് സ്റ്റേഷനിൽ ഏകദേശം 14 ക്രിമിനൽ കേസുകളാണ് ഈ പ്രതിക്കെതിരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാപ്പ നിയമപ്രകാരം 6 മാസം കരുതൽ തടങ്കലിൽ കഴിഞ്ഞ ശേഷം കഴിഞ്ഞ മാർച്ചിലാണ് ഇയാൾ പുറത്തിറങ്ങിയത് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. സ്ഥിരം കഞ്ചാവ് ഉപയോഗിക്കുന്ന പ്രതി, തിരുവല്ലയിലെ പ്രബല ഗുണ്ടാ സംഘത്തിലെ തലവൻ കൂടിയാണ് സുബിൻ എന്നുള്ളതാണ് വിവരം. സുബിൻ സ്ഥലത്തെ പല പ്രമുഖരുടെയും കൂട്ടാളിയാണ് എന്നുള്ള വിവരങ്ങളും നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഒരു യുവാവിന്റെ ജനനേന്ദ്രിയം മരണസുബിൻ കടിച്ചു മുറിച്ചതെന്നാണ് വിവരം. ബാറിൽ അടിപിടി ഉണ്ടാക്കിയതിന് പിന്നാലെയാണ് ഇത്തരം ഒരു സംഭവം വന്ന് അരങ്ങേറിയത്. ആ കേസിൽ ഏറെ പണിപ്പെട്ട് സുബിനെ പോലീസ് പിടികൂടിയെങ്കിലും കസ്റ്റഡിയിൽ നിന്ന് ചാടി പോകുകയായിരുന്നു സുബിൻ. പിന്നാലെ പോലീസ് വീണ്ടും സുബിനെ അറസ്റ്റ് ചെയ്തു. വീട്ടിൽ കയറി ആക്രമിക്കുകയും ബിയർ ബോട്ടിൽ ഉപയോഗിച്ച് തലയ്ക്കടിച്ച് പൊട്ടിച്ച കേസിലും ഇയാൾ പ്രതിയായിട്ട് വന്നിട്ടുണ്ട്. 2020 കാപ്പ വകുപ്പ് 15 പ്രകാരം റേഞ്ച് DIG 6 മാസം ഇയാളെ ജില്ലയിൽ നിന്ന് പുറത്താക്കിയതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. എന്തായാലും സ്പാ ഉടമയുടെ ആരോപണങ്ങൾ ഇപ്പോൾ പോലീസിനെതിരെ വലിയ രീതിയിലുള്ള സംശയനിഴലിലാക്കിക്കൊണ്ടുള്ള സാഹചര്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. കേസിൽ പോലീസിനും ആഭ്യന്തര അന്വേഷണം വേണം എന്നുള്ള അവസ്ഥയിലേക്ക് അടക്കം ഇത്തരം ആരോപണങ്ങൾ കൊണ്ടെത്തിക്കുന്നുണ്ട്. പോലീസ് ഗുണ്ട അവിശുദ്ധ കൂട്ടുകെട്ട് അതുണ്ടോ എന്നുള്ള സംശയത്തെ തുടർന്ന് ഉന്നത നിർദ്ദേശപ്രകാരം ഇപ്പോൾ പോലീസിൽ വലിയ അന്വേഷണം തന്നെ നടക്കുന്നു. സ്പാകളിൽ നിന്ന് മാസപ്പടി വാങ്ങുന്ന പോലീസുകാർ തിരുവല്ല സ്റ്റേഷനിൽ ഉണ്ട് എന്നുള്ള സംശയങ്ങൾ ശക്തമായതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു തീരുമാനം. പോലീസുകാരിൽ നിന്ന് സ്പാകളിൽ നിത്യസന്ദർശകരുണ്ട് എന്നുള്ള വിവരങ്ങൾ അടക്കമാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. എന്തായാലും അതിക്രൂരമായിട്ടുള്ള ഒരു പീഡനം
ബലാത്സംഗം അത് തന്നെയാണ് നടന്നിരിക്കുന്നത്. യുവതിക്കെതിരെ അതിക്രമം അഴിച്ചുവിട്ടത് ഒരു പക്ഷേ ഈ പറയുന്നത് പോലെ കടയുടമ പറയുന്നത് പോലെ ഒരു ബിസിനസ് തന്ത്രമാണ് എങ്കിൽ ഇവിടുത്തെ സ്ത്രീകൾക്ക് എന്ത് സുരക്ഷ എന്നുള്ളൊരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. എന്തായാലും പോലീസ് അന്വേഷണം വലിയ രീതിയിൽ ശക്തമാകേണ്ടതുണ്ട്. കാരണം പോലീസിനെ അടക്കം സംശയ നിലയിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു സംഭവമായിട്ട് മാറുകയാണ് ഇത്. ആ ക്രിമിനൽ പശ്ചാത്തലം അടക്കം ഉണ്ടായിട്ടും അയാൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ ധൈര്യത്തോടെ പുറത്തിറങ്ങി വിഹരിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയൊരു മറുപടിയായിട്ട് നൽകേണ്ടതുണ്ട്. കേരളത്തിൽ സ്ത്രീകൾ സുരക്ഷിതരാണ് എന്ന് പറയുന്ന സർക്കാരും ഇതിനുത്തരം പറയാൻ ബാധ്യസ്ഥരാണ്.